ഇതൊരു നൊസ്റ്റാൾജിയ ആയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ അത് ആക്ച്വലി. ദിവ്യ ഒരെണ്ണം പറന്ന് പൊന്തി കാണിച്ചതാട്ടാ. ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലെയിനുകൾ കണ്ടോ, അതിൻ്റെ മിനിയേച്ചർ വെർഷൻ അതൊക്കെയാണ് കേട്ടോ. അതേ പോകണം അതിങ്ങനെ ഓടിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അതിലെ കുഞ്ഞു കുഞ്ഞു മിനിയേച്ചർ. ഇപ്പോൾ അവിടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. We're not going to record here, right? We're going to come around and head to the skies. Oh, it's here. Watch this. Perfect timing. Parque. Don't stop. If you do, I'll actually get really mad. He's stopping. Oh, it actually just stopped. We saw the നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുന്ന അറിയോ? മലാഗ മാർക്കറ്റിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് മലാഗ, അതായത് ബീച്ച് ബോറോൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് വന്നിരിക്കുന്നത്. ഇത് എത്രയോ 3 days മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഞാൻ ഡേയ്സും ടൈമിങ്സും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആൻഡ് പബ്ലിക് ഹോളിഡേയ്സിൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ കേട്ടോ. ഇതിൻ്റെ പേര് മലാഗ മാർക്കറ്റ് എന്നാണ്. അപ്പോൾ ഇതാണ് ടൈമിങ് കേട്ടോ. ഫുഡ് ഹാളിൻ്റെ ടൈമിംഗാണ് ഇതെല്ലാം. ഷോപ്പിൻ്റെ ടൈമിംഗാണ് ഇതെല്ലാം കേട്ടോ. ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ ഇത്ര ദിവസങ്ങളിലല്ലേ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ ഞാൻ പണ്ട് ഇവിടെ ഏത് നേരം വന്നിരുന്ന ഒരു ഷോപ്പിംഗ് സ്ഥലമാണ് കേട്ടോ. ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള മാർക്കറ്റാണ് കേട്ടോ അത്. കണ്ടോ മലാഗ ക്യാൻഡി. ഇതിൽ കേട്ടോ ഞാൻ ആദ്യം പണ്ട് ഞങ്ങളിവിടെ വന്ന സമയത്ത് എപ്പോഴും ചോക്ലേറ്റ്സും പിന്നെ അത് എപ്പോഴും ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ കേളീസ് എന്ന് പറയണത്. എനിക്കും മൂത്ത മകനല്ലേ ആദിക്കും കൂടെ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കയറി നിറച്ചതൊരു നൊസ്റ്റാൾജിയ ആയിട്ടുള്ളൊരു കടയാണ് കേട്ടോ അത് ആക്ച്വലി. ഇങ്ങനത്തെ ക്യാൻഡീസുകളാണ് കേട്ടോ ഞങ്ങൾ വാങ്ങി കഴിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് കാണുമ്പോൾ ഭയങ്കര കൗതുകം. വരുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് ടോഫീസൊക്കെയാണല്ലോ ഇതെല്ലാം. അതുകൊണ്ടാണ് അവർക്കൊരു ആകർഷണീയത അതിനോട് പ്രത്യേകം തോന്നിയിട്ടാണ് കേട്ടോ. മോഡലുകൾ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോഴൊക്കെ സർവമായിട്ട് പോലെ ഈ നൗഗറ്റ് ബൈറ്റ്സ് കണ്ട ഇവിടുത്തെ ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റുമോ ഇതിനെ? ചോക്ലേറ്റ് അല്ലല്ലേ അത്? ഇത് ചോക്ലേറ്റ് അല്ലല്ലോ. ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ഇതും നമ്മൾ ഇവിടെ ആദ്യമായിട്ട് കണ്ടത്. ഇവിടെ ഇതിന്റെ ഫാക്ടറി ഉണ്ട് ഉണ്ടാക്കുന്നത്. നമുക്കിങ്ങനെ ഭയങ്കര വണ്ടറായിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ. ഇത് എന്തൊക്കെ സാധനമാണ്, നമ്മളിത് കഴിച്ചിട്ടില്ല, ചോക്ലേറ്റ്സ് മാത്രമല്ല കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ എന്ത് സാധനം നമ്മൾ വിചാരിക്കും. റിയൽ പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സുകൾ വരെ അവിടെ വെച്ചിട്ടുണ്ട്. വന്നാലും നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോകുന്ന വഴിയുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലം. ഇവിടെ എന്താ പറയുക എനിക്ക് പറയാം. നമ്മൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സകല സാധനങ്ങളും കിട്ടും. എന്ത് കിട്ടാതെന്ന് വെച്ചാൽ അറിയില്ല. നമുക്ക് എന്താ പറയുക എന്തെടുക്കണ്ടേന്നൊക്കെ അങ്ങനെ അതാവും. ആകെ 3 days വർക്കിംഗ് ഉള്ളോട്ട് ഷോപ്പായിരുന്നു ഈ ഒരു ഏരിയയിൽ. നല്ല നല്ല പെറ്റ്സുകളൊക്കെ, എൻ്റെ മുഖം ഇവിടെ നല്ല നല്ല പെറ്റ്സൊക്കെ ഉണ്ടാവും. കുട്ടി പെറ്റ്സുകളൊക്കെ ഞാൻ അങ്ങനെ
കണ്ടതും ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇതാ ഇവിടെയൊക്കെയാണ്. ഈ ഒരു ഷോപ്പായിരുന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് പൂട്ടിക്കിടക്ക വേറെ വല്ല കടയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പപ്പീസും കാറ്റ്സിനൊക്കെ ഞാൻ കണ്ടതും അങ്ങനെയാണ് സെല് ചെയ്യണത്. അതുപോലെ ഇവിടെ ഒരു ഹെയർ കട്ട് ചെയ്യുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ മറന്നുപോയി. ഞാൻ ഓസ്ട്രേലിയ വന്നപ്പോൾ ഹെയർ കട്ട് ചെയ്യാറുള്ള ഷോപ്പാണതെല്ലാം. അപ്പോൾ അവരെന്നോട് ചോദിക്കും ഞാൻ ഹെയർ കട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് ഇത്ര ലോങ് ഹെയർ കട്ട് ചെയ്യണമെന്ന്. അതൊരു ഭയങ്കര വണ്ടർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ പറയും അത് അല്ല എന്തിനായി ഹെയർ കട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അവർ. അപ്പോൾ ഞാൻ പറയും ചുമ്മാ കട്ട് ചെയ്യണം. അപ്പം നിങ്ങളെന്താണ് ഇന്ത്യൻസ് ഇങ്ങനെ ഹെയർ വളർത്തുന്നത് ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് കൾച്ചർ എന്ന് പറയാം. വാട്ട് കൾച്ചർ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടല്ലോ. എനിക്കറിയാലോ ബ്രേസ്ലെറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജീവനുണ്ട്. കൈമകളുടെ എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി ഞാൻ ഇടും. നോക്കിയിട്ട് വരാം. That's pretty. With the bracelet. That one is really nice. That one, എടുക്കാല അത് ഇതാ ഭംഗി. they love. എത്ര വില ഇട്ടേക്കണ ബാഗ് മെറ്റീരിയൽ കേട്ടോ. നല്ല പിസി ചെയ്യുന്നുണ്ട് ഈ സ്ഥലം. പിന്നെ ഇതിങ്ങനെ അടിയിലിരിക്കും. ഇങ്ങനെ ഇട്ടാ നമ്മള് ഇത് ബാക്കിലിരിക്കല്ലേ. എന്റെ ദൈവമേ പകുതിയിട്ട് ആരോ രണ്ടായിട്ട് മേടിച്ചോളൂ. ഞാൻ ബനാനയും തക്കാളിയും വാങ്ങി സ്മൂത്തി അടിച്ച് കുടിക്കാമല്ലോ. തക്കാളി സ്മൂത്തിക്കല്ല കേട്ടോ, ബനാന സ്മൂത്തി അടിച്ച് കുടിക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.